മലബാറിനോടുള്ള അവഗണന. ജനസംഖ്യയുടെയും വിസ്തൃതിയുടെയും കാര്യത്തിൽ കേരളത്തിൻ്റെ പകുതിയോളം വരുന്ന പ്രദേശമാണ് മലബാർ. ചരിത്രപരമായ കാരണങ്ങളാൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ ഈ പ്രദേശം തിരുകൊച്ചിയേക്കാൾ വളരെ പുറകിലായിരുന്നു. എന്നാൽ ഇന്നും അത്തരമൊരവസ്ഥയ്ക്കു മാറ്റം വരുത്താൻ ജനാധിപത്യ സർക്കാരുകൾ തയ്യാറായില്ല എന്നതാണ് പ്രശ്നം. തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നുള്ള ദൂരം കൂടുന്തോറും വികസനം കുറവ് മതി എന്ന ചിന്തയാണെന്ന് തോന്നുന്നു അധികൃതരെ എന്നും നയിച്ചത്. എൻഡോസൾഫാന്റെ പേരിൽ മാത്രം മാധ്യമങ്ങളിൽ നിറയാനുള്ള അവസ്ഥ കാസർഗോഡിനുണ്ടായത് അങ്ങനെയായിരിക്കാം. ജനസംഖ്യയുടെയും വിസ്തൃതിയുടെയും കാര്യത്തിൽ ചെറിയ അന്തരമേ ഉള്ളൂ എങ്കിലും വികസനത്തിൻ്റെ ഏതു മാനദണ്ഡത്തിലും തിരുകൊച്ചിയും മലബാറും തമ്മിലുള്ള അന്തരം എത്രയോ ഭീമമാണ്. വ്യവസായ, കാർഷിക, സാമ്പത്തിക, വാണിജ്യ, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ, സാംസ്കാരിക, കായിക, ഗതാഗത മേഖലകളിലെല്ലാം ഈ അന്തരം പ്രകടമാണ്. സർക്കാർ ജോലികളിലെ പ്രാതിനിധ്യത്തിലും മലബാറിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ജില്ലകളുടെ വിഭജനം. ഐക്യ കേരളം രൂപം കൊള്ളുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നീ 5 ജില്ലകളാണുണ്ടായിരുന്നത്. 1957 മലബാർ ജില്ലയെ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ 3 ജില്ലകളാക്കി വിഭജിച്ചു. പലവിധ വിവാദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും ശേഷം 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ജനസംഖ്യ 14 ലക്ഷമായിരുന്നു. ഇപ്പോഴത് 45 ലക്ഷത്തിന് മുകളിലായിരിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം എന്നീ 3 ജില്ലകളും കൂടിയുള്ളതിനേക്കാൾ ജനസംഖ്യയുണ്ട് മലപ്പുറത്ത്. ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവനാണ് ജില്ലാ കലക്ടർ. 3 കലക്ടർമാരുടെ കൂടിയത്ര ഫയലുകളാണ് മലപ്പുറം ജില്ലയുടെ ഒരു കലക്ടറുടെ മേശപ്പുറത്ത് വരുന്നത്. ത്രിപുര, മേഘാലയ, മണിപ്പൂർ തുടങ്ങി ഇന്ത്യയിലെ 8ഓളം സംസ്ഥാനങ്ങളെക്കാൾ പോലും അധികം വരും ഈ ജനസംഖ്യ. സർക്കാർ പദ്ധതികളും സംരംഭങ്ങളും ഓഫീസുകളും വഴി ജനജീവിതത്തിൻ്റെ താഴേത്തട്ടിലേക്ക് സേവന പ്രവർത്തനങ്ങൾ എത്തുന്നതിന് ഈ വലിയ ജനസംഖ്യ തടസ്സമാണ്. റവന്യൂ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ, ആരോഗ്യ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി സർവത്ര മേഖലകളിലും വികസന മുരടിപ്പും അപര്യാപ്തതകളും സ്വാഭാവികമായും മലപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട്. പ്രൈമറി ലെവൽ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ഈ കുറവ് കാണാം. എല്ലാ അധ്യയന വർഷങ്ങളുടെയും തുടക്കത്തിൽ +1 അഡ്മിഷൻ വിവാദങ്ങൾക്കിടയിൽ മാത്രമാണ് ഈ ആവശ്യം ഉയർന്നു വരാറുള്ളത്. മലപ്പുറത്തെ സമാനമായ അവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലുമുള്ളത്. ജനസംഖ്യയുടെ ആധിക്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സാമൂഹ്യ ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ വിഭജിക്കാനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. നിലവിലെ മലപ്പുറം ജില്ലയുടെ വടക്ക്, കോഴിക്കോട് ജില്ലയുടെ തെക്ക് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 15ാമത്തെ മറ്റൊരു ജില്ല കൂടി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആവശ്യപ്പെടുന്നു.